ഒരു മാരേജ് സ്റ്റേജിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്നായിരിക്കും ഇവർ സെപ്പറേറ്റ് ആകുന്നത്. പുതിയൊരു ഡ്രസ്സ് വാങ്ങിച്ചാൽ നമ്മൾ ഈശ്വര ഇതൊന്നും ആവരുതേ, ഇത് കുറെ കാലത്ത് ഉണ്ടാവരുതേ വിചാരിക്കും. പെട്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞാനങ്ങനെ വിചാരിക്കുമ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും തട്ടിയിട്ട് കീറും. ഇത്രയും സ്നേഹമുള്ള ഈ വ്യക്തി എന്നെ വിട്ടു പോവും. ഓക്കെ, ആ വിട്ടു പോവോന്നുള്ള ആ ചിന്ത എന്ത് ചെയ്യും, കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരെ വാച്ച് ചെയ്യാൻ തുടങ്ങും. ഈ കൺഫ്യൂഷൻസിന് ഒരു ഇമോഷൻസ് വരും. ഈ ഇമോഷൻസ് ആണ് നമ്മൾ ഫ്രീക്വൻസി ഉണ്ടാക്കുന്നതും യൂണിവേഴ്സായിട്ട് കണക്ട് ആവുന്നതും. ഒരുപാട് സ്നേഹം കൂടുമ്പോൾ ഇനി ഇവർ പിരിയുമോ എന്നുള്ള ചോദ്യത്തിലാണ് എല്ലാം തീരുന്നത്. തീർച്ചയായിട്ടും പിരിയുമോ എന്നുള്ള ആ ഒരു ചിന്ത മാക്സിമം നമ്മൾ പിരിയാതിരിക്കാൻ നമുക്ക് പറ്റും. ഇപ്പൊ പല റീൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ കാണുക, കുറച്ചു കാലം ഒരു ബന്ധം നിലനിൽക്കും. അങ്ങനെ പലതും ഞാൻ കണ്ടിട്ടുണ്ട്. അത് നെഗറ്റീവാണ്. അത് ശരിയാണ്. ഞാനൊരിക്കലും ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. ആ പ്രശ്നങ്ങൾ മൂർധന്യാവസ്ഥയിൽ എത്തിയിട്ട് എന്ത് ചെയ്യണം, ഓപ്പോസിറ്റ് നിൽക്കുന്ന പങ്കാളി ബെഗ് ചെയ്തുകൊണ്ട് വരണം, എന്നിട്ട് സ്നേഹിക്കണം. അപ്പൊ അതൊരു തരം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡിക്ഷൻ പോലെ ആവുന്ന സംഭവമാണ്. പലർക്കും ഇല്ലാത്തൊരു കാര്യമാണ് എനിക്ക് സ്നേഹം വേണം, എന്നെ സ്നേഹിക്കണം. നമ്മളെങ്ങനെയാ പറയാ, എന്നെ ആരും സ്നേഹിക്കാനില്ല, എന്നെ സ്നേഹിക്കണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കാം. റിലേഷൻഷിപ്പുകൾ നമ്മൾ കണ്ടിട്ടുള്ളതിൽ ചില റിലേഷൻഷിപ്പുകൾ ഒരു കാലത്തും പിരിയില്ല. അത്രത്തോളം നമ്മൾ അടയും ചക്കരയും എന്നൊക്കെ പറയില്ലേ നാടൻ ഭാഷയില്ലേ. അപ്പോൾ അതേപോലെ എപ്പോഴും കൂടെ ഇരിക്കുന്ന ആളുകൾ, എന്ത് പ്രശ്നത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്യുന്നവർ, നമ്മൾ കരുതും ഇവർ തന്നെ പലപ്പോഴും പറയും നമ്മൾ ഇനി ഒരിക്കലും പിരിയില്ല ഒരു പ്രണയത്തിൻ്റെ സ്റ്റേജിലൊക്കെ. പക്ഷെ ഒരു മാരേജ് സ്റ്റേജിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്നായിരിക്കും ഇവർ സെപ്പറേറ്റ് ആകുന്നത്. ഇതെന്തുകൊണ്ടാണ് അത്രയും സ്നേഹത്തിൻ്റെ ഒരു പീക്കിൽ നിൽക്കുമ്പോൾ ഇവർ ബന്ധം പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്? ഓക്കെ, അതിൻ്റെ ഒരു റീസണേ, അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാരണം ഒരു ചെറിയ എക്സാമ്പിളിലൂടെ പറയാം. ഞാനൊക്കെ മുമ്പ് പുതിയൊരു ഡ്രസ്സ് വാങ്ങിച്ചാൽ നമ്മൾ ഈശ്വര ഇതൊന്നും ആവരുതേ, ഇത് കുറെ കാലത്ത് ഉണ്ടാവരുതേ വിചാരിക്കും. പെട്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞാനങ്ങനെ വിചാരിക്കുമ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും തട്ടിയിട്ട് കീറും. ഓക്കെ, ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ളൊരു സംഭവം എപ്പോഴും നമ്മുടെ കൂടെ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കും, അല്ലേ? അങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പില് ഈ രണ്ട് വ്യക്തികള് ഒരേ മനസ്സോടെ ഒരിക്കലും നമ്മൾ പിരിയില്ല എന്ന് പറഞ്ഞ് പോകുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മൈൻഡിൽ, ഏതെങ്കിലും ഒരു പങ്കാളിയുടെ മൈൻഡിൽ ഒരു തോട്ട് വരും, ഇത്രയും സ്നേഹമുള്ള ഈ വ്യക്തി എന്നെ വിട്ടു പോവോ. ഓക്കെ, ആ വിട്ടു പോവോ എന്നുള്ള ആ ചിന്ത എന്ത് ചെയ്യും, കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരെ വാച്ച് ചെയ്യാൻ തുടങ്ങും. ആ പങ്കാളിയെ തന്നെ വാച്ച് ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഇവരുടെ മൈൻഡിന് എന്ത് വരും, കൺഫ്യൂഷൻ വരും. ഇവരെന്നെ വിട്ടു പോവോ ഇല്ലേ. ഈ കൺഫ്യൂഷൻസിന് ഒരു ഇമോഷൻസ് വരും. ഈ ഇമോഷൻസ് ആണ് നമ്മൾ ഫ്രീക്വൻസി ഉണ്ടാക്കുന്നതും യൂണിവേഴ്സായിട്ട് കണക്ട് ആവുന്നതും. അപ്പൊ യൂണിവേഴ്സിന്റെ പണി യൂണിവേഴ്സ് തുടങ്ങി എന്ത് ചെയ്യും, യൂണിവേഴ്സിലേക്ക് നമ്മൾ എന്ത് ഇമോഷൻസ് ആണോ കൊടുക്കുന്നത്, യൂണിവേഴ്സ് അത് നിനക്കതാണോ വേണ്ടത്, തഥാസ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് തരും. ഓക്കെ, നീ എന്ത് ഇമോഷൻസ് ആണോ എനിക്ക് തന്നത് അത് നീ എടുത്തോന്ന് പറഞ്ഞ് നമുക്ക് തരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഇമോഷൻസ് കൊടുക്കുമ്പോൾ യൂണിവേഴ്സ് നിരപരാധിയാണ്. യൂണിവേഴ്സ് കരുതുന്നത് എന്താ, നമുക്ക് അതാണ് വേണ്ടത്. അപ്പം ആ ഒരു കാര്യം നിരന്തരമായിട്ട് പോകുമ്പോൾ ഇതിനനുസരിച്ചുള്ള കാര്യങ്ങൾ, പ്രശ്നങ്ങൾ ഇവരുടെ ഇടയിൽ വരാൻ തുടങ്ങും. അതായത് ഒരുപാട് സ്നേഹം കൂടുമ്പോൾ ഇനി ഇവർ പിരിയുമോ എന്നുള്ള ചോദ്യത്തിലാണ് എല്ലാം തീരുന്നത്. തീർച്ചയായിട്ടും പിരിയുമോ എന്നുള്ള ആ ഒരു ചിന്ത ടെൻഷൻ ആവും, ഉറക്കം വരാതാവും. ഈ ഉറക്കം വരാത്ത രാത്രികളിൽ എന്താ സംഭവിക്കുന്നത്, ഈ പറയുന്ന പോലെ വവ്വാൽ ഇരയെ പിടിക്കുന്ന പോലെ ഈ ഫ്രീക്വൻസി പുറത്തേക്ക് പോകാൻ തുടങ്ങും. അത് പോകുമ്പോൾ യൂണിവേഴ്സ് അതിനനുസരിച്ച് ഓരോ കാരണങ്ങൾ ഇവരുടെ ഇടയിൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത് ഇവരെ മൊത്തത്തിൽ വാച്ച് ചെയ്യാൻ തുടങ്ങും. ഇവര് ഓൺലൈനിലുണ്ടോ, അല്ലെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ വേറെ ആരെയാണ് വിളിക്കുന്നത്, അങ്ങനെയുള്ള സംശയങ്ങൾ ജനിപ്പിക്കാൻ. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ക്ലയൻസിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു റിലേഷൻഷിപ്പ്, ഇപ്പൊ രാഹുലിന് അറിയണമെന്ന് ആഗ്രഹമുണ്ടോ, ഒരു റിലേഷൻഷിപ്പ് മാക്സിമം നമ്മൾ പിരിയാതിരിക്കാൻ നമുക്ക് പറ്റും. ഇപ്പൊ പല റീൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ കാണുക, കുറച്ചു കാലം ഒരു ബന്ധം നിലനിൽക്കും. അങ്ങനെ പലതും ഞാൻ കണ്ടിട്ടുണ്ട്. അത് നെഗറ്റീവാണ്. അത് ശരിയാണ്. ഞാനൊരിക്കലും അംഗീകരിക്കില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ വ്യക്തിബന്ധങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഒരു എക്സാമ്പിള്, നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ കുട്ടികൾ നമ്മളെ കൂടെ എല്ലാ കാലത്തും ഇല്ലേ. ചിലരുടെ ലൈഫിലാണ് പ്രോബ്ലംസ് സംഭവിക്കുന്നത്, എന്നാലും അവർ നമ്മുടെ കൂടെ ഉണ്ടാവുന്നുള്ളൊരു ട്രസ്റ്റ് ഉണ്ട് നമുക്ക്. എൻ്റെ അച്ഛനാണ്, എന്നെ വിട്ടു പോവില്ല. എൻ്റെ അമ്മയാണ്, ആ ഒരു ട്രസ്റ്റ് ആണ് അവരെ പിടിച്ചു നിർത്തുന്നത്. പിന്നെ എന്തുകൊണ്ട് ഈ കാമുകന്മാർക്ക് അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇടയിൽ മാത്രം ഈ പ്രശ്നം വരുന്നു, അവിടെ ഈ കൺഫ്യൂഷൻ വരുന്നതാണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത്. ഈ പലപ്പോഴും ഇത്തരത്തിലിപ്പോ ഇഷ്ടപ്പെടുന്നൊരു സാഹചര്യം അല്ലെങ്കിൽ കാമുകന്മാരായിരിക്കുന്ന ഒരു സാഹചര്യം, അത് കഴിഞ്ഞൊരു മാരേജിലേക്ക് കടക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ടോ ഈ സ്നേഹത്തിന് അല്ലെങ്കിൽ റിയാലിറ്റി എന്ന് പറയുന്നൊരു സംഭവത്തിലേക്ക്?
ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു കാമുകന്മാരായിരിക്കുന്ന സമയത്ത് മാരേജ് കഴിഞ്ഞു എന്ന് വിചാരിക്കാം. മാരേജ് കഴിയുമ്പോൾ ഒരു സാധാരണത്വം വരും. ഓക്കെ, സാധാരണത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇന്ന് ഒരു പുതിയൊരു ഫോൺ വാങ്ങിച്ചു, ഭയങ്കര ഇഷ്ടമാണ് അല്ലെ, ഭയങ്കര ഇഷ്ടത്തോടെ എത്ര ദിവസം അതേ ഇഷ്ടം എത്ര ദിവസം ഉണ്ടാവും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ഫോണിന് ഒരു സാധാരണത്വം വരും. നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന ഒരു കാര്യം. ഇതുപോലെ നിസ്സാരമായിട്ട് പറഞ്ഞതല്ല റിലേഷൻഷിപ്പിനെ. പക്ഷേ നമ്മളിപ്പോൾ ഒരു മാരേജ് കഴിഞ്ഞതിന് ശേഷം ഡെയിലി ഇവരെ കാണുന്നു, നമ്മുടെ കൂടെയാണ്, നമ്മുടെ കൂടെയുള്ള ഒരാളായി. പിന്നെ അതിന് പ്രത്യേകതയൊന്നും നമുക്കില്ല. നമ്മുടെ ഒരു സ്നേഹത്തിന് അവിടെ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ടോ? അതായത് അത് ഡിപ്പെൻഡ് ആണ്. ചില ആളുകൾ കണ്ടിട്ടില്ലേ, ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ടും പ്രണയത്തോടെ നിലനിർത്തുന്ന ആളുകളുണ്ട്. പക്ഷെ അത് അല്ലാതെ ലൈഫിലെ ഇതിന്റെ പ്രശ്നം എവിടെയാണെന്നറിയോ? ലൈഫിൽ പലപ്പോഴും ഹസ്ബൻഡ് വൈഫ് മുഖാമുഖം നോക്കി നീ എങ്ങോട്ട് പോകുന്നു, ഞാൻ എങ്ങോട്ട് പോകുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. രണ്ടുപേരും അവരുടെ പ്രൊഫഷനിലേക്ക് അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഇടയിൽ ഒരുപാട് കാലം പ്രണയം നിലനിൽക്കും. ഇതെന്താ ചെയ്യുക? മാരേജ് കഴിഞ്ഞ തുടക്കത്തിൽ തന്നെ ഈ പറഞ്ഞ പോലെ പൊസസീവ്നെസ് വർക്കാവും. ഈ പറഞ്ഞ പോലെ നീ അങ്ങോട്ട് പോരുത് ഇങ്ങോട്ട് പോരുത്, കൺട്രോളിങ് വരും അവിടെ. ഫാമിലി ലൈഫിലൊരു ഇത് എന്ത് ചെയ്യും? കുറച്ചുനാൾ കഴിയുമ്പം ഞാനൊരു അടിമയാണോ എന്ന് ചിലപ്പോൾ ഭാര്യ ചിന്തിച്ചു തുടങ്ങും. ഇപ്പം ഭർത്താവിന് ഇവള് പറയുന്ന പോലെ മാത്രമേ എനിക്ക് കേൾക്കുക. എൻ്റെ അടുത്ത് ഒരുപാട് പയ്യന്മാര് വരാറുണ്ട്, ചേച്ചി എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ചിലർ പറയും മാം എനിക്ക് വേണ്ട, ഈ മാരേജ് അല്ലെങ്കിൽ ലിവിങ് ടുഗദർ ആണ് താല്പര്യം. ഇതിൻ്റെയൊക്കെ റീസൺ എന്താ? അവരൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതാണ്. കാരണം ഇവര് മുഖാമുഖം നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയല്ല ശരിക്കും വേണ്ടത്. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാ. നമ്മുടെ ലൈഫിൽ ഇപ്പം എൻ്റെ ഹാപ്പിനെസ് ആയിരിക്കില്ല രാഹുലിന്റെ ഹാപ്പിനെസ്. രാഹുലിന് പല ഇഷ്ടങ്ങളുണ്ടാവും, എനിക്ക് പല ഇഷ്ടങ്ങളുണ്ടാവും. നമ്മളൊക്കെ യുണീക്ക് അല്ലേ? അപ്പൊ എങ്ങനെയാ എനിക്ക് എങ്ങനെ രാഹുലിന്റെ ഇഷ്ടത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും? എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങൾ എനിക്കുണ്ട്, എൻ്റെ ഇഷ്ടത്തെ രാഹുലിനും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് കൺട്രോൾ ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? പ്രശ്നം ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ കൺട്രോളിങ് മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ റിലേഷൻഷിപ്പിൽ എന്തെല്ലാം സജഷൻസ് ആണ് കൊടുക്കാറുള്ളത്? ഓക്കെ, നമ്മൾ ഫസ്റ്റ് പറയുന്ന കാര്യം ഫോക്കസിങ് കുറയ്ക്കുക എന്നുള്ളതാ. കാരണം പങ്കാളി എവിടെ പോകുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇന്ന് കുറേ ടൈമായല്ലോ ഓൺലൈനിൽ എന്തോന്നാ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് ചിലപ്പോൾ ഒരു PDF എടുത്ത് വായിക്കുമായിരിക്കും. അല്ലെങ്കിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ അവർക്ക് ഗ്രൂപ്പ് ഉണ്ടാവാം അല്ലേ? നമ്മള് ഫാമിലി ഹസ്ബൻഡ് വൈഫ് മാത്രമല്ലേ പറയുന്നത്, ഈ പ്രണയിക്കുന്ന കമിതാക്കളുടെ കാര്യമാണ് കൂടുതലായിട്ട് ഇങ്ങനെ വരുന്നത്. ഓക്കെ, കാരണം ഹസ്ബൻഡ് വൈഫാണ് അവർക്ക് വീട്ടിൽ നിന്ന് എടുത്ത് നോക്കാം, ഇപ്പൊ ലോക്കൊന്നുമില്ല പലർക്കും. ഓക്കെ, പക്ഷെ കമിതാക്കളാവുമ്പോ എന്താ, അവരുടെ വീട്ടിലായിരിക്കും. അപ്പൊ ഇവർക്ക് കൺഫ്യൂഷൻ, ഇങ്ങനെ എന്നെ വിളിക്കുന്നില്ലല്ലോ, ഓൺലൈൻ ഉണ്ടല്ലോ. അങ്ങനെ വാച്ച് ചെയ്ത് അവിടെ സംശയം വരും. ഓക്കെ, ആ വാച്ചിങ് നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് ഫ്രണ്ട്സ് ഇല്ലേ, നമുക്ക് നമ്മുടേതായ കാര്യങ്ങളില്ലേ, അതിലേക്ക് ഫോക്കസ് ചെയ്യാം. പക്ഷെ അപ്പോഴും വഴക്ക് വരത്തില്ലേ, ഫ്രണ്ട്സിന്റെ പുറകെ മാത്രം പോവുകയാണെന്ന്? അതായത് അവർക്ക് അവരുടെ ഫ്രീഡം കൊടുത്ത് നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാം. അവർക്ക് അവരുടെ ഫ്രണ്ട്സ് നമ്മൾക്ക് തരേണ്ട ടൈം അവർ തരുന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയാ പ്രശ്നം? നമ്മൾക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കുക. അവരുടെ ഇഷ്ടത്തിന് വിടുക എന്ന് കരുതി തീരെ എന്താ പറയാ ഒരു ഇതും കൺട്രോളിങ് ഇല്ല എന്നല്ല. ഇനി എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പോസസീവ്നെസ് ഇഷ്ടമുള്ള ആളാണ് ഞാൻ. ഓക്കെ, എന്ത് ചോദിച്ചാലും യെസ് നീ പോയിക്കോ, അല്ല നീ വന്നോ, ഇങ്ങനെ പറയുന്നത് ഒരു ത്രില്ലില്ല. എന്ത് വേണം? കുറച്ചവിടെ പോസസീവ്നെസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ കലിപ്പനും കാന്താരിയും എന്ന് പറയുന്നത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള പേരാണ്. ഇത് എന്തുകൊണ്ടാണ് യഥാർത്ഥത്തില് ഈ ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും ഹൈയും ഒരു ലോയും വേണം, അങ്ങനെ ഉണ്ടോ? ഇപ്പോൾ പലരെയും സംബന്ധിച്ച് അവർ ചിലപ്പോൾ ഇമോഷണലി ഒരേ ലെവലിൽ പോകുന്ന ഒരാളുകളായിരിക്കും. അപ്പോൾ ഒരു ഹൈയോ ലോയോ കൊടുക്കാൻ കഴിയുന്ന ആളുകളായിരിക്കത്തില്ല. അപ്പോൾ അവർക്ക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവർക്ക് പെണ്ണ് കിട്ടാത്തൊരവസ്ഥയുണ്ട് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞതാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് ഒരു ഹൈ വേണം, അല്ലെങ്കിൽ ഒന്ന് വഴക്കിട്ടതിന് ശേഷം പിന്നീട് കൊടുക്കുന്ന ഒരു സ്നേഹം, ഇതിൽ അഡിക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള റിലേഷൻഷിപ്പുകൾ വർക്ക്ഔട്ട് ആവുന്നതെന്ന് പറയുന്നത്. അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യം? അതായത് ഇപ്പൊ എൻ്റെ അടുത്ത് ഒരുപാട് ക്ലയൻസ് വരാറുണ്ട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട്. കാരണം എന്താണെന്നറിയോ, അവർക്ക് ലൈഫിൽ ഇടയ്ക്ക് അടി ഉണ്ടാക്കണം, ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. ആ പ്രശ്നങ്ങൾ മൂർധന്യാവസ്ഥയിൽ എത്തിയിട്ട് എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് നിൽക്കുന്ന പങ്കാളി ബെഗ് ചെയ്തുകൊണ്ട് വരണം, എന്നിട്ട് സ്നേഹിക്കണം. അപ്പൊ അതൊരു തരം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡിക്ഷൻ പോലെ ആവുന്ന സംഭവമാണ്. ചിലർ അത് ഇഷ്ടപ്പെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബന്ധത്തില് ഒരു റിലേഷൻഷിപ്പില് ഈ പറയാറില്ലേ, എന്താ ചട്ടിയും കലവും ആയ തട്ടിമുട്ടി ഇരിക്കണം, അതിനൊരു സുഖമുണ്ട്. കാരണം എപ്പോഴും ഒരേ രീതിയിൽ പോയി കഴിഞ്ഞാൽ അതിനൊരു വൈബുണ്ടോ? പക്ഷെ അതൊരു നാർസിസ്റ്റിക് മൈൻഡിലേക്കല്ലേ വന്നിട്ട്? അല്ല, അത് ഓവർ ആവുമ്പോഴാണ്.
അത് ഈ പറഞ്ഞ പോലെ കൂടുതലാവുമ്പോൾ തീർച്ചയായിട്ടും നാർസിസിസ്റ്റ് മൈൻഡ്, ഈ പറഞ്ഞ പോലെ ടോക്സിക്, ഈ സംഭവങ്ങളാണ്. പക്ഷെ ഒരു രസകരമായിട്ടുള്ള കാര്യമോ, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല എന്ന് ചോദിച്ചു 2 മണിക്കൂർ മിണ്ടിയിട്ടില്ലെങ്കിൽ എന്താ, അല്ലേ? അതൊരു രസമാണ് എന്ന് കരുതി എന്നും പ്രശ്നം ഉണ്ടാക്കാനല്ല. എന്നും കംപ്ലൈന്റ് പറയുന്ന ഒരു വൈഫ് അല്ലെ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് ഭയങ്കര ബോറാണ്. ബട്ട് ഇടയ്ക്കൊരു കംപ്ലൈന്റ് ഇല്ലെങ്കിലും ബോറാണ്. ഓക്കെ, ഇതൊക്കെ ചിലപ്പോൾ കേൾക്കുമ്പോൾ പലരും ചിന്തിക്കും ഇത് ശരിയാണോ, ബട്ട് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണിത്. എന്നും ഒരേപോലെ പോകുന്നതും ബോറാണ്, എപ്പോഴും പ്രശ്നമാവുന്നതും പ്രശ്നമാണ്. അപ്പൊ ഇടയ്ക്ക് ഈ റിലേഷൻഷിപ്പുകൾ കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? നമ്മള് അതിൽ ഫസ്റ്റ് അഡ്വൈസ് പറഞ്ഞു, അതായത് ഫോക്കസിങ് കുറയ്ക്കുക. പങ്കാളിയെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കുറയ്ക്കുക, അവരുടെ ഫ്രീഡത്തിന് കുറച്ച് വിടുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരെ നമുക്ക് നിയന്ത്രിക്കാം. എന്ത്, നമുക്ക് നീ ഇപ്പൊ അവിടെ പോകണ്ട, അത് ശരിയല്ല, നിന്റെ കോസ്റ്റ്യൂം ചെറിയൊരു പ്രശ്നമുണ്ട്, മയത്തോടെ പറയാം. അല്ലെ നമുക്ക് ഇഷ്ടമുള്ളൊരു സംഭവം അത് നീ യൂസ് ചെയ്യരുതെന്ന് പറയുന്നത് അതൊരു ശരിയായ കാര്യമല്ല. നിയന്ത്രണങ്ങൾക്ക് ഒരു ലിമിറ്റ് വരുത്തുക, അത് തീർച്ചയായിട്ടും വേണം. ഓക്കെ, പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ സെൽഫ് ലവ് കൂട്ടുക. പലർക്കും ഇല്ലാത്തൊരു കാര്യമാണ്, എനിക്ക് സ്നേഹം വേണം, എന്നെ സ്നേഹിക്കണം. നമ്മളെങ്ങനെയാ പറയാ, എന്നെ ആരും സ്നേഹിക്കാനില്ല, എന്നെ സ്നേഹിക്കണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക. ഇപ്പം ചില ആളുകൾ കണ്ടിട്ടില്ലേ, അവരുടെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഭയങ്കര ഭംഗിയായിട്ടിടും, അവർ പല കാര്യങ്ങളും ചെയ്യും. അവരുടെ ഫോട്ടോ തന്നെ അവർ ഒരുപാട് നോക്കിയിരിക്കുക. കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ചുമ്മാ ആണെങ്കിലും നമ്മൾ ഫിൽറ്റർ ഇട്ടിട്ടാണെങ്കിലും ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ പഠിച്ചേ പറ്റൂ. ഇപ്പോ രാഹുൽ ഭക്തമീരയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഭക്തമീര എന്ന് പറയുന്നത് കൃഷ്ണനെ പ്രണയിച്ച ഒരു സ്ത്രീയാണ്. നമ്മുടെ കബീർദാസിനെയൊക്കെ കുറിച്ച് പറയുന്ന പോലെ ഹിന്ദിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ ഭക്തമീര. ഈ ഭക്തമീര കൃഷ്ണനെ പ്രണയിച്ചു, കൃഷ്ണൻ അവരുടെ ഉള്ളിലുണ്ടെന്നായിട്ട് അവർക്ക് ഫീൽ ചെയ്തു എന്ന് പറയുന്നു. ഈ ഒരു കൃഷ്ണൻ അവർ പറയുന്നത് അവരുടെ സോളിനെയാണ്, അവരുടെ ആത്മാവിനെയാണ് അവർ കൃഷ്ണനായിട്ട് കണ്ടത്. അവരുടെ ഉള്ളില് അങ്ങനെ ഒരു രൂപത്തെ അവർ കാണുമ്പോൾ അവരെന്താ ചെയ്യുന്നത്, അവർക്ക് വേറെ ഒന്നും വേണ്ട പുറത്തുനിന്ന്, അവരതിനെ പ്രണയിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അത്രയ്ക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, ഈ പറഞ്ഞ പോലെ നാട്ടില് ലേഡീസ് ആണെങ്കിലും ജെന്റ്സ് ആണെങ്കിലും കഷ്ടത്തിലാവും. നോർമൽ എങ്കിലും ഞാൻ പറഞ്ഞതാ, ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഈ ഒരു എന്താ പറയാ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ആളുകളാണ്. ഓക്കെ, പക്ഷെ നമ്മൾ എന്ത് വേണം, സെൽഫ് ലവ് വേണം. നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ പറ്റണം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റണം, നമ്മുടെ ലൈഫിൽ ഒരു പാഷൻ ഉണ്ടാവണം. ഓക്കെ, നമുക്ക് എങ്ങോട്ട് പോകണം എന്നുള്ളൊരു പാഷൻ നമുക്ക് തീർച്ചയായിട്ടും വേണം. ഈ ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഏറെക്കുറെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിലേഷൻഷിപ്പ് ഒരുപാട് കാലം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ റിലേഷൻഷിപ്പിലെ മറ്റൊരു പ്രശ്നമാണ് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്ന് പറയുന്ന ഒരു വിഷയം. അതായത് ഇന്ന് റിലേഷൻഷിപ്പുള്ള ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പേരറിയാത്ത ഒരുപാട് റിലേഷൻഷിപ്പിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ സിറ്റുവേഷൻഷിപ്പ്, അങ്ങനെ ഒത്തിരി ഷിപ്പുകളുണ്ട്. അപ്പോൾ ഇതിനകത്തെ എല്ലാം വിഷയം എന്ന് പറയുന്നത് ഒരേ സമയം തന്നെ 1ഉം 2ഉം റിലേഷൻഷിപ്പുകളിലേക്ക് പോകുന്നൊരു സാഹചര്യമുണ്ട്. ഈ ഒരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ റിലേഷൻഷിപ്പുകൾ ഒരു ബന്ധങ്ങൾക്കൊരു മൂല്യം കൊടുക്കാത്ത രീതിയിലാണോ പോകുന്നത്?